Hi everybody, VAC, Value Added Courses. The paper name is Forming Literary and Cultural Narratives for Sciences. So in this paper today we are going to discuss the chapter Immigrant Song. Immigrant Song is a beautiful poem written by Sun Yat-sen. Sun Yat-sen is a notable Korean American writer, Korean American poet, writer and educator. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മനോഹരമായൊരു ചെറിയ കവിതയാണ് ഇമിഗ്രൻ്റ് സോങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ മതി, ഇമിഗ്രൻ്റ് സോങ്. സോ ദിസ് ഈസ് എ സോങ് ഓർ ദിസ് ഈസ് എ വോയിസ് ഓഫ് ഇമിഗ്രൻ്റ് പീപ്പിൾ. കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാരുടെ ഒരു വോയിസ്, അവർക്ക് പറയാൻ എന്താണ് ഉള്ളത് ആ ഒരു കാര്യമാണ് ഈ കവിത എന്ന് പറയുന്നത്. സോ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, അവരുടെ ഒരു ഫീലിങ്സ്, ഐഡൻറ്റിറ്റി ലോസ്, അവരുടെ ഒരു ചേഞ്ച്, അവരുടെ ഒരു മെൻ്റൽ ട്രോമ, ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കവിതയിലേക്ക് വരുമ്പോൾ നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ പോം. Okay, now let's discuss the poem Immigrant Song. See, first of all, the short summary of the poem. See, the poem explores the complex emotions of being an immigrant, feelings of loss, identity, change and survival. സോ ഈ ഒരു കവിത എന്ന് പറയുന്നത് വെളിവാക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കവിത പറയുന്നത് ദ കോംപ്ലക്സ് ഇമോഷൻസ് ഓഫ് ബീയിങ് ആൻ ഇമിഗ്രൻറ്റ്, ഫീലിങ്സ് ഓഫ് ലോസ്, ഐഡൻറ്റിറ്റി, ചേഞ്ച് ആൻഡ് സർവൈവൽ. അപ്പോൾ ഐഡൻറ്റിറ്റി ലോസ്, അതുപോലെ തന്നെ ഫീലിങ്സ് ഓഫ് ലോസ്, ചേഞ്ച്, അതുപോലെ തന്നെ സർവൈവൽ തുടങ്ങിയ ഒരു കോംപ്ലക്സ് ഇമോഷൻസ്, അതാണ് ഈ കവിത പുറത്ത് കാണിക്കുന്നത് എന്ന് പറയുകയാണ്. ഇതൊക്കെ ആരുടെ? ഒരു ഇമിഗ്രൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ, അതല്ലെങ്കിൽ ഇമിഗ്രൻ്റ് പീപ്പിൾ, ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന കോംപ്ലക്സ് ഇമോഷൻ. അത് ഫീലിങ്സിൻ്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിലാവട്ടെ. നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുപോലെ തന്നെ ചേഞ്ച്, പല രീതിയിലുള്ള ചേഞ്ചുകൾ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥനായിരിക്കും. പലപ്പോഴും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് മാറും. അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ഹൗ ഇമിഗ്രൻറ്റ്സ് ക്യാരി ദയർ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് പെയിൻ വൈൽ ട്രയിങ് ടു ഫൈൻഡ് ബിലോങ്ങിങ് ഇൻ എ ന്യൂ വേൾഡ്. അപ്പോൾ ഈ ഇമിഗ്രൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായൊരു ഹിസ്റ്ററി ഉണ്ട്, ചരിത്രമുണ്ട്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ അങ്ങ് അറ്റത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും കാലങ്ങൾക്കപ്പുറം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇമിഗ്രൻസുകൾ അല്ലെങ്കിൽ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര്, റീസൺസ് പലതാണ്. യുദ്ധങ്ങളുണ്ടാകുന്ന സമയങ്ങളിൽ, അതല്ലെങ്കിൽ അപകടങ്ങൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ, അങ്ങനെ പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് പല കാരണങ്ങളാലും ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ അവർ ക്യാരി ചെയ്യുന്ന വേദന, പെയിൻ, അതൊക്കെ ഈ കവിതയിലുണ്ടെന്ന് പറയണം. എന്തിന്? ഫൈൻഡ് ബിലോങ്ങിങ് ഇൻ എ ന്യൂ വേൾഡ്. അവർക്കും ഒരു ഇൻക്ലൂസീവ് സാധനം വേണം. അതായത് അവരും മനുഷ്യരാണ്, അവരും ഒരു ബിലോങ്ങിങ്നെസ്, ഞങ്ങളും ഇവിടെ ഉൾപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വേണം. അപ്പോൾ ആ ഒരു തോന്നൽ പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ത്രൂ വിവിഡ് ഇമേജറി ദ പോയറ്റ് ഷോസ് ദ ടെൻഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, സൈലൻസ് ആൻഡ് എക്സ്പ്രഷൻ, സൈലൻസ് ആൻഡ് സോൾ. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് അവരുടെ ടെൻഷനാണ്. ഈ പറയുന്ന ഇമിഗ്രൻസിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അവരുടെ ടെൻഷനാണ്. സോ വ്യത്യസ്ത ഇമേജസിലൂടെ ഈ പോയിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ടെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ടെൻഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അവരുടെ റൂട്ട് എന്ന് പറയുന്നത് ദെയർ ഓൺ പ്ലേസ് ആണ്. അവിടെ നിന്നും ചേഞ്ച് ചെയ്ത് മാറി വേറൊരിടത്തേക്ക് പോകേണ്ടി വരികയാണ്, ട്രാൻസ്ഫോർമേഷന് വിധേയമാവുകയാണ് അവർ. അപ്പോൾ അവരുടെ ആ ഒരു കാര്യം, അവരുടെ സൈലൻസ്, അവരുടെ എക്സ്പ്രഷൻ, അവരുടെ സോൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു കവിത മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ കവിത പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പോയിൻ്റ് വൈസ് സമ്മറി ഒന്ന് നോക്കാം. See, the first point, everyone has hidden strength or identity, even if it's not obvious, like birds that don't fly but still have wings. അതായത് എല്ലാവർക്കും എന്തുണ്ട്? ഹിഡൻ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുകയാണ്. ആരും വീക്കല്ല, എല്ലാവർക്കും ഒരു ഹിഡൻ സ്ട്രെങ്ത്ത്, മറഞ്ഞു കിടക്കുന്ന ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി എല്ലാവർക്കും ഉണ്ടെന്ന് പറയുകയാണ്.
നമുക്കിവിടെ പറയുന്നൊരു ഉപമിക്കുന്നുണ്ട്. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ഒബ്വിയസ് ലൈക്ക് ബേർഡ്സ് ദാറ്റ് ഡോണ്ട് ഫ്ലൈ ബട്ട് സ്റ്റിൽ ഹാവ് വിങ്സ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പറക്കാത്ത പക്ഷികളാണെങ്കിൽ പോലും അവർക്ക് ചിറകുകളുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് ജസ്റ്റ് വായിച്ചപ്പോൾ ഒരു ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു കഥയുണ്ട്. എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി. ഒരു സീകൾ പറക്കാൻ പഠിക്കുന്ന ഒരു സീകൾ ചിറകുകളുണ്ടായിട്ടും പറക്കാൻ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് ഭയം അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ ചിറകുകളുണ്ട്. ഇവിടെ ഈ ചിറകെന്ന് പറയുന്നത് സിമ്പലാണ് ആക്ച്വലി. അത് നമ്മുടെ സ്കിൽസാണ്. കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പലപ്പോഴും പലയിടത്തും അത് പ്രകടിപ്പിക്കാൻ പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് കഴിവുകളില്ലാത്തവരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു. എനിവേ ലീവ് ഇറ്റ്. സോ ഹിയർ എവ്രി വൺ ഹാസ് ഹിറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുകയാണ്. അവരുടേതായുള്ളൊരു കഴിവുണ്ട് എന്ന് പറയുകയാണ്. ആരും ചെറുതല്ല, നിസ്സാരക്കാരല്ല. ഇമിഗ്രൻസ് കോൺസ്റ്റൻ്റ്ലി ഫീൽ ഇൻകംപ്ലീറ്റ്. ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ് അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് പറയുകയാണ്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള, താൻ പൂർണ്ണമല്ല അല്ലെങ്കിൽ താൻ ഇവിടെ ഉൾപ്പെടുന്നില്ല എന്നുള്ളൊരു ഫീലാണ് ഇമിഗ്രൻസിന് ഉള്ളത് എന്നാണ് പോയറ്റ് പറയുന്നത്. ലൈക്ക് സംതിങ് ഈസ് മിസ്സിങ് ഓർ അൺസ്പോക്കൺ. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് എന്തോ ഒന്ന് മിസ്സിങ് ആണ്, എന്തോ ഒരു പീസ് മിസ്സിങ് ആണ്. അതല്ലെങ്കിൽ ഓർ അൺസ്പോക്കൺ ഇൻ ദെയർ ഐഡൻറ്റിറ്റി. അപ്പോൾ അവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വം, അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സംതിങ് ഈസ് മിസ്സിങ്. അതല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നൊരു ഫീലാണ് അവർക്കുള്ളതെന്ന് പറയുകയാണ്. സി ദ നെക്സ്റ്റ് പോയിൻറ്റ്. ലൈഫ് ഫോർ ഇമിഗ്രൻസ് ഈസ് ഫുൾ ഓഫ് ചേഞ്ച്. ഇപ്പോൾ ഒരു ഇമിഗ്രൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മൊത്തം മാറ്റങ്ങളാണ്. മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് അവർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയൊരു സ്ഥലം, അതൊരു ചേഞ്ചാണ്. പുതിയ ഐഡൻറ്റിറ്റി അവർക്ക്, അതല്ലെങ്കിൽ പുതിയ ഭാഷ, പുതിയ സംസ്കാരം, അങ്ങനെ പുതിയ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അവർ പതുക്കെ വരികയാണ്. അപ്പോൾ മൊത്തം ചേഞ്ചാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. സം ഫാസ്റ്റ്, ചില സമയത്ത് പെട്ടെന്നായിരിക്കും ആ ഒരു ചേഞ്ച്. സം സ്ലോ, ചില സമയത്ത് പതുക്കെ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു പോസ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പോസ്. എന്താ പോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോസ് ഈസ് പാർട്ട് ഓഫ് ദി ജേർണി ലൈക്ക് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സംതിങ് ഫെമിലിയർ. പിന്നീട് പറയുന്ന പോയിന്റിൽ പറയുകയാണ്, നഷ്ടമെന്ന് പറയുന്നത് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ജേർണി എന്ന് പറയുകയാണ്. എല്ലാവരുടെ യാത്രയിലും നഷ്ടം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കവിത പോലെ തന്നെ നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇമിഗ്രൻസ് ആണ് എന്ന് പറയുന്നതും കൂടി ചേർത്ത് വായിക്കുക. ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ജേർണി ലൈക്ക് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സംതിങ് ഫെമിലിയർ ബട്ട് വി ആർ ആസ്ക്ഡ് ടു ഫേസ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിങ് ഇറ്റ്. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഉണ്ടാകും. ജീവിതമാകുന്ന യാത്രയിൽ, പ്രയാണത്തിൽ തീർച്ചയായിട്ടും നഷ്ടങ്ങളെ കണ്ടുമുട്ടേണ്ടി വരും. സോ നമ്മളത് ഫേസ് ചെയ്യണമെന്ന് പറയുകയാണ്. അതിനെ ഇഗ്നോർ ചെയ്യുകയല്ല വേണ്ടത്, അത് ഫേസ് ചെയ്യുക. ആൻഡ് മൂവ് ഓൺ, ഗോ ഓൺ എന്ന് പറയുകയാണ്. കൾച്ചറൽ ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ചേഞ്ചിങ് ലൈക്ക് ജീൻസ് ദാറ്റ് ഷിഫ്റ്റ് ആൻഡ് ഡ്രിഫ്റ്റ്. പിന്നീട് കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട് പറയുകയാണ്. കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ ഇമിഗ്രൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇമിഗ്രൻസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോൾ അവരുടെ കൾച്ചർ, അവർ ജനിച്ച ഇടത്തെ ആ ഒരു സംസ്കാരമായിരിക്കില്ല അവർ വന്നെത്തുന്ന ഇടത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ പല രീതിയിലും ഐഡൻറ്റിറ്റി ചേഞ്ചസ് അവർക്കുണ്ടാവും. നോക്കാം, കൾച്ചറൽ ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ചേഞ്ചിങ്. കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ചേഞ്ച് ചെയ്യും എന്ന് പറയുകയാണ്. ഏതുപോലെ? ലൈക്ക് ജീനുകൾ പോലെ. ദാറ്റ് ഷിഫ്റ്റ് ആൻഡ് ഡ്രിഫ്റ്റ്, മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന ഈ ജീനുകളെ പോലെ തന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ചേഞ്ച് ചെയ്യുമെന്ന് പറയുകയാണ്. സം ചേഞ്ചസ് ആർ ക്രിയേറ്റീവ്. ചില ചേഞ്ചസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആകും. അതേഴ്സ് ആർ പെയിൻഫുൾ. ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഇമിഗ്രൻസ് അനുഭവിക്കുന്ന കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത് അത് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും, ക്രിയേറ്റീവായിട്ട് ഗുണം ചെയ്യും. പക്ഷേ ചില സമയത്ത് അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്ന് പറയാം, നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്ന് പറയുകയാണ്. പിന്നീട് പറയുന്നു, കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഈസ് പവർഫുൾ. ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, കൾച്ചറിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കും. ലൈക്ക് എന്തുപോലെ? റിതം യു ക്യാൻ
സ്റ്റോപ്പ് ഡാൻസിങ് ടു. വളരെ മനോഹരമായൊരു റിഥം പോലെ നമുക്ക് ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു മൂവ് ഉള്ള ഒരു കാര്യമായിരിക്കും, നല്ലൊരു വൈബായിട്ടുള്ളൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഈ കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി പവർഫുൾ വൺ ആൻഡ് ഇറ്റ് ഷേപ്സ് അസ് ഡീപ്ലി. നമ്മളെ തീർച്ചയായിട്ടും നമ്മളാക്കി മാറ്റുന്ന, പരുവമാക്കി മാറ്റുന്ന, ഷേപ്പ് ചെയ്തെടുക്കുന്ന, ആഴത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒന്നാണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഈ പറയുന്ന ഇമിഗ്രൻ്റ് പീപ്പിൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അവർക്ക് കൾച്ചറൽ ലോസ് ഉണ്ടാകും, കൾച്ചറൽ ഇൻഫ്ലുവൻസിൻ്റെ ലോസ് ഉണ്ടാകുന്നു, കൾച്ചറൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സ്വന്തമായിട്ടുള്ള ആ ഒരു കൾച്ചർ, ആ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ്, സ്വന്തം നാടിൻ്റെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് അത് ഒരുപാട് നമ്മുടെ വ്യക്തിത്വത്തിന് സ്വാധീനിക്കും അല്ലേ. പക്ഷേ അതൊക്കെ മായ്ച്ചു കളഞ്ഞ് പുതിയ ഒന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഫാമിലി ആൻഡ് ആൻസെസ്ട്രി മാറ്റർ. നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ ആൻസെസ്ട്രി, പൈതൃകം, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ വംശം, നമ്മുടെ പാരമ്പര്യം, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ഈ ഇമിഗ്രൻസിനെന്ന് പറയുകയാണ്. ഫാമിലി നഷ്ടപ്പെട്ട് ഈ എത്രയോ കുടിയേറ്റക്കാരുണ്ട് സ്വന്തം ഫാമിലി നഷ്ടപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ട് രക്ഷപ്പെട്ട് പലയിടത്തും എത്തിച്ചേർന്ന് അവിടെ വസിക്കാൻ നിർബന്ധിതരാവേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ട്. സോ ഫാമിലി ആൻഡ് ആൻസെസ്ട്രി മാറ്റർ ഈവൻ മോർ ദാൻ സയൻറ്റിഫിക് ഫാക്ട്സ്. അപ്പോൾ എത്ര സയൻറ്റിഫിക് ഫാക്ട്സിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാമിലി ആൻഡ് ആൻസെസ്ട്രി എന്ന് പറയുന്ന കാര്യം. എന്തിന്? നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ. അതൊക്കെ ഇവർക്ക് നഷ്ടമാവുകയാണ് ഈ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള പീപ്പിളിന് എന്ന് പറയുകയാണ്. ഇനി അതുപോലെ തന്നെ റേസിസം ആൻഡ് എക്സ്ക്ലൂഷൻ. ഇവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റേസിസം. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോൾ വംശീയ ഹത്യ എന്നൊക്കെ പറയും, റേസിസം. അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക, പുറത്തിട്ട് കളയുക. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തലാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്ക്ലൂഷൻ. ഇതൊക്കെ അവരെ ഹേർട്ട് ചെയ്യും. എങ്ങനെ? ഡീപ്ലി. മേക്കിംഗ് പീപ്പിൾ ഫീൽ അൺക്ലീൻ ഓർ അൺവേർത്തി. അൺക്ലീനായിട്ട് അതുപോലെ തന്നെ അൺവേർത്തി ആയിട്ടൊക്കെ ആൾക്കാരെ മാറ്റും ഇതെന്ന് പറയുകയാണ്. ദെൻ ഹ്യൂമൻ ലൈഫ് ഈസ് ആൻഷ്യൻറ്റ് ആൻഡ് ഫുൾ ഓഫ് വണ്ടർ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര വണ്ടർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടും വി സ്റ്റിൽ ക്യാരി ഹാംഫുൾ ഐഡിയാസ് ആൻഡ് ഐഡിയോളജീസ് ടുഡേ. ഇപ്പോഴും പല ആൾക്കാരും അവരുടെ മനസ്സിൽ അത്രയധികം വണ്ടറായിട്ടുള്ള, അതിശയകരമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഹാംഫുള്ളായിട്ടുള്ള, പലർക്കും ദോഷകരമായിട്ടുള്ള ചിന്തകളും ഐഡിയോളജീസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ടെന്ന് പറയുകയാണ്. അത്തരം ആൾക്കാരാണ് റേസിസം കാണിക്കുന്നത്, അത്തരം ആൾക്കാരാണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. എനിവേ ദ ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് ഈസ് എ സ്ട്രഗിൾ. അപ്പോൾ ഇമിഗ്രൻ്റ് പീപ്പിളിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, ഒരു സ്ട്രഗിളാണെന്ന് പറയുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഫ്രം പേഴ്സണൽ ലവ് ആൻഡ് കണക്ഷൻ ടു സർവൈവിങ് ഇൻ സൊസൈറ്റി. നമ്മുടെ ഈ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അവർക്ക് സ്നേഹം വേണം, അവർക്ക് അറ്റാച്ച്മെൻറ്റ് വേണം, അവർക്ക് ജീവിക്കണം, അവർ മനുഷ്യരാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ് എന്ന് പറയുകയാണ് ഇമിഗ്രൻ്റ് പീപ്പിളിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് സി ദ ലാസ്റ്റ് പോയിൻറ്റ്, ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ഇവോൾവിങ് ലൈക്ക് a fossil or a soap impression, part of history, culture, memory and resistance. ഇവിടെ നോക്കൂ, ഐഡൻറ്റിറ്റി ഈസ് ഓൾവേസ് ഇവോൾവിങ്. ഐഡൻറ്റിറ്റി പിന്നെ പുറത്തു വരും. എങ്ങനെ ഐഡൻറ്റിറ്റി പുറത്തു വരുന്നത്? ഒരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ലൈക്ക് എ ഫോസിൽ ഓർ എ സോപ്പ് ഇംപ്രഷൻ. ഒരു ഫോസിൽ പോലെ നമുക്കറിയാം ദിനോസറിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി കാലം മുമ്പുള്ള ആനിമൽസ്, അവരുടെയൊക്കെ ഫോസിലുകളൊക്കെ മണ്ണിൽ നിന്നും ചകഞ്ഞെടുത്ത് ആ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാറുണ്ട്, വെളിവാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ദിനോസർ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഡൈനോസേഴ്സിൻ്റെയൊക്കെ അസ്ഥികൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അസ്ഥികൾ എന്ന് പറയാൻ പറ്റില്ല, ഫോസിലുകൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കണ്ടുപിടിച്ച് ആ കാലത്ത് ജീവിച്ചിരുന്ന ഡൈനോസേഴ്സിനെ കുറിച്ച് കൂടുതൽ, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ പല കാര്യങ്ങളും വെളിവാക്കാൻ അത് കാരണമായി. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫോസിൽ തെളിഞ്ഞു വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സോപ്പ് ഇംപ്രഷൻ. ഈ സോപ്പ് ഇംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫർ ടു ദ വിഷ്വൽ ഔട്ട്കം, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുകയാണ്. ഐഡൻറ്റിറ്റി ഈസ് ആൾവേസ് ഇവോൾവിങ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പുറത്തു വരും എന്ന് പറയുകയാണ്. ഒരാളുടെ ഐഡൻറ്റിറ്റിയും എന്ത് ചെയ്യാൻ പറ്റില്ല, മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഇമിഗ്രൻ്റ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത്, ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക്
ആ രീതിയിലുള്ള കുറച്ച് ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും, ആ രീതിയിലുള്ള കുറച്ച് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ കോഡ്സ് കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ, ക്യാരക്ടർ, പേഴ്സണാലിറ്റിയെ മോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയെ മോൾഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് മറ്റൊരു രാജ്യത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഐഡൻറ്റിറ്റി അതല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുമായിരിക്കാം, പക്ഷേ റിയൽ ഐഡൻറ്റിറ്റി അപ്പോഴും ആ മനസ്സിനകത്തുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അതൊരിക്കൽ പുറത്തു വരും എന്ന് പറയുകയാണ്. എന്തുപോലെ? ഒരു ഫോസിൽ പോലെ, അല്ലെങ്കിൽ ഒരു സോപ്പ് ഇംപ്രഷൻ പോലെ. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കവിത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് ഇമോഷൻസ് ഓഫ് ബീയിങ് ആൻ ഇമിഗ്രൻറ്റ്. അപ്പോൾ ഒരു ഇമിഗ്രൻ്റ് ആവേണ്ടി വന്നതിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് ഇമോഷൻ, ഒരു ഇമിഗ്രൻ്റ് ആകുമ്പോഴുള്ള അദ്ദേഹം അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കുറേയധികം കോംപ്ലക്സ് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, മെൻ്റൽ ട്രോമയുണ്ട്, അവരുടെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഈ ഐഡൻറ്റിറ്റി ലോസ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചൊക്കെ പറയുന്ന അവരുടെ ഒരു പാട്ട്, അതല്ലെങ്കിൽ അവരുടെ ഒരു സോങ്. ഈ ഒരു സോങ് എന്ന് പറയുന്നത് നോട്ട് ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളൊരു പാട്ടല്ല അവരുടെ ഈ ഒരു വോയിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവരുടെ ഫീലിങ്സ് അവരെന്ത് ചെയ്യുകയാണ്? എക്സ്പ്രസ് ചെയ്യുകയാണ്. സോ അങ്ങനെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മനോഹരമായ ബ്യൂട്ടിഫുള്ളായുള്ള ഒരു ചെറിയ കവിതയാണ് ഇമിഗ്രൻ്റ് സോങ് എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.